തോന്നിയ ഒറ്റ ഒരാള് ഐശ്വര്യായിരിക്കും. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്റെ കണ്ണിൽ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു മനുഷ്യൻ. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. ഐശ്വര്യയുടെ ഫാദർ ഇതുപോലൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. അറിയാതെയോ അറിഞ്ഞോണ്ടോ കൈയൊന്ന് ആരുടെങ്കിലും പുറത്ത് തട്ടി. ഇതുപോലൊരു വീഡിയോ ആ കുട്ടി എടുക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്ത് ചെയ്യും ഐശ്വര്യ? ഇത് ചോദിക്കാനാണോ ഇത്രയും പെട്രോൾ കത്തിച്ച് ഇവിടം വരെ വണ്ടി ഓടിച്ചു വന്നത്? എന്റെ അനിയനായാലും ശരി, ഷിംജിതയുടെ സ്ഥലത്താണെങ്കിൽ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഇമോഷണൽ സാധനം വന്ന് പിടിക്കേണ്ട ആവശ്യമില്ല. വേണ്ട, ഉരുളണ്ട പറലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ. ദീപികയുടെ സ്ഥാനത്ത് ചേച്ചിയുടെ അച്ഛനാണ്. ഇപ്പൊ ഇതുപോലെ എങ്കിൽ ചേച്ചി ഷിംജിതിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് സ്ത്രീകൾക്ക് ശാസ്ത്രീകരണം കൊടുക്കുമ്പോ പുരുഷന്മാർക്കും അതേ സാധനം ഉണ്ട്. അവരും ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എതിർക്കില്ലല്ലോ. ശരിക്കും അത് പ്ലാൻ ചെയ്തതല്ലേ? ഒരു ടച്ച് ബിക്കോസ് എവരിവൺ ഹാസ് സീൻ ഇറ്റ്. പെയ്ഡ് ആയിട്ട് ചെയ്തതാണ്, അല്ലാതെ പ്ലാൻ ചെയ്തത്. ചോറിച്ചിൽ വന്ന ഓയിൻമെന്റ് തന്നെ തേക്കണോടാ ഓണാപ്പച്ചാരെ. ശശി അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട.